ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങളുടെ ചെറിയ പച്ചക്കറിത്തോട്ടം. എൻ്റെ മനസ്സിനോട് ഏറ്റവും അടുത്ത ഒരിടമാണിത്. അമേരിക്കയിലെ പുതിയ ജീവിതത്തിനിടയിലും കേരളത്തിൻ്റെ മണ്ണിനോടും പ്രകൃതിയോടുമുള്ള ഞങ്ങളുടെ സ്നേഹം നിലനിർത്താനുള്ള ഒരു ചെറിയ ശ്രമമാണിത്. ഇത് ഞങ്ങളുടെ വാഴയാണ്. വീക്കെൻഡുകളിൽ ഞങ്ങൾ പൊതിച്ചോറുണ്ടാക്കാറുണ്ട്. അത് എന്നെ എൻ്റെ പഴയകാല സ്കൂൾ ജീവിതത്തിലേക്ക് എത്തിക്കാറുണ്ട്. ഇത് ഞങ്ങളുടെ ലെമൺ ഗ്രാസ് ആണ്. സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്ത് കഴിക്കാറുണ്ട്. ഇത് ഞങ്ങളുടെ കുമ്പളങ്ങയാണ്. പ്രത്യേകിച്ച് വളമൊന്നും ചേർക്കാറില്ല. കഴിഞ്ഞ വർഷം ഒരുപാട് കുമ്പളങ്ങ ഉണ്ടായിരുന്നു. ഒരു കുമ്പളങ്ങ തന്നെ 5 കിലോ 6 കിലോ ഉണ്ടായിരുന്നു. ഈ വർഷം ചെറുതാണ്. ഈ വർഷം ഞങ്ങൾ സെപ്പറേറ്റായിട്ട് നട്ടതല്ല. ഇത് പഴയത് വിത്ത് വീണ് തനിയെ കിളിച്ചു വന്നതാണ്. അതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങളുടെ കറിവേപ്പാണ്. ഇഷ്ടംപോലെ കറിവേപ്പില ഉണ്ടാകാറുണ്ട്. ഇത് ഞങ്ങളുടെ ബ്ലാക്ക്ബെറിയാണ്. ഷുഗർ പേഷ്യൻസിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഫ്രൂട്ടാണ്. അത് മാത്രമല്ല വളരെയധികം ന്യൂട്രീഷ്യസുമാണ്. ഇത് ഞങ്ങളുടെ ചെറി ടൊമാറ്റോയാണ്. നല്ല സ്വീറ്റാണ്. സാലഡായിട്ട് കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. ഇതാണ് നമ്മുടെ മുന്തിരി. 2 ടൈപ്പ് മുന്തിരിയുണ്ട്. റെഡും ഉണ്ട്, വൈറ്റും ഉണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് ചേമ്പുകളുണ്ട്. മുന്തിരി കുറച്ച് വെട്ടിക്കളഞ്ഞു. കുറേ മുന്തിരി ഉണ്ടായി. ഇത് ലാസ്റ്റാണ്, തീരാറായിരിക്കുന്നു. നല്ല സ്വീറ്റാണ്. 2 വർഷമേ ആയുള്ളൂ ഈ മുന്തിരി വെച്ചിട്ട്. പക്ഷേ ഇഷ്ടംപോലെ ഫ്രൂട്ട് ഉണ്ടാകാറുണ്ട്. ഇതാണ് ലെമൺ ഗുവാവ. അതൊരു തരം പേരയ്ക്കയാണ്. നമ്മുടെ നാട്ടിലുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലാണ്. പക്ഷെ ഭയങ്കര സ്വീറ്റാണ്, ഭയങ്കര സോഫ്റ്റാണ്. അരികളൊക്കെ കുറവാണ്. ഇത് നമ്മുടെ വെള്ളമുന്തിരിയാണ്. ഒരു കൊല മാത്രമേ നിൽപ്പുള്ളൂ. ബാക്കിയൊക്കെ കിളിയൊക്കെ കൊത്തിക്കൊണ്ട് പോയി. കുറേ ഉണ്ടായിരുന്നു, പറിച്ചു. ഇത് ഞങ്ങളുടെ തക്കാളിയാണ്. 2-3 ടൈപ്പ് തക്കാളിയുണ്ട്. ഇഷ്ടംപോലെ ഉണ്ടാകാറുണ്ട്. സമ്മർ ടൈമിൽ ഞങ്ങൾ തക്കാളി കടലിൽ നിന്ന് വാങ്ങിക്കാറില്ല. എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞുള്ളത് ഞാൻ ഫ്രീസറിലെടുത്ത് വെക്കാറുണ്ട്. അടുത്ത വർഷം യൂസ് ചെയ്യാറുണ്ട്. ഇത് ചേമ്പാണ്. ഇടയ്ക്കിടയ്ക്ക് ചേമ്പന്താളെടുത്ത് കറി വെക്കും, തോരൻ വെക്കും. ഇതിൻ്റെ പേര് ഷുഗർ ചീരയാണ്. ഇത് ഡയബറ്റിക്കാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ഫുഡാണ്. ഭയങ്കര ന്യൂട്രീഷ്യസുമാണ്. ഷുഗർ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നു.
ഇത് നാരകമാണ്, ചെറുനാരകമാണ്, ഇഷ്ടംപോലെ ഉണ്ടാകാറുണ്ട്. ഇത് നമ്മുടെ വഴുതനങ്ങ. ഈ നിൽക്കുന്നതാണ് കറിവേപ്പ്. ഞങ്ങൾക്ക് 4 കറിവേപ്പുണ്ട്. ഇഷ്ടം പോലെ ഉണ്ടാകാറുണ്ട്, നാട്ടിലെ പോലെ അതിൽ കൂടുതലും ഉണ്ടാകാറുണ്ട്. തറയിലാണ് വെച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ഇത് മുരിങ്ങ. ഇഷ്ടംപോലെ മുരിങ്ങയ്ക്കായും ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്ക് ഇല പറിച്ച് കറി വെക്കാറുണ്ട്, തോരൻ വെക്കാറുണ്ട്. മുരിങ്ങയ്ക്ക കുറേ പറിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ പൂവുണ്ട്. നിറയെ മുരിങ്ങപ്പൂവും കായും എല്ലാം ഉണ്ടാകാറുണ്ട്. അധികം വരുന്നതെല്ലാം ഞാൻ ഫ്രീസറിലാക്കി വെക്കാറുണ്ട്. ഇത് നമ്മുടെ കോവയ്ക്ക കിടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തക്കാളി നിൽപ്പുണ്ട്. ചെറിയ തക്കാളി. കോവയ്ക്ക ഇഷ്ടം പോലാണ്. ഇഷ്ടംപോലെ കോവയ്ക്ക ഇപ്പം ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന ഒരെണ്ണമാണ്. ഭയങ്കര ഗുണമുള്ള ഒരു പച്ചക്കറിയാണ്. വിൻ്റർ ആകുമ്പോഴത്തേത് മുഴുവൻ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തും. സമ്മർ ആകുമ്പോഴത്തേന് അത് തന്നെ വളർന്നു വരും. അതിനടുത്ത് നമ്മുടെ ക്യാപ്സിക്കം ഉണ്ട്. ക്യാപ്സിക്കം കുറച്ചേ ഉള്ളൂ, കുറേ പോയി. പയറൊക്കെ കിളിച്ച് വരുന്നു. പയറുണ്ട്, അച്ചിങ്ങ വളർത്തിയിട്ടുണ്ട്. ചീരയുണ്ട്, നാടൻ ചീര, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാടൻ ചീരയുണ്ട്. ഇവിടെ ഒരു ഓറഞ്ച് മരമാണ് നിൽക്കുന്നത്. വേറെ നമ്മുടെ നാടൻ പേരമരം, നിറച്ച് പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറം നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. ഫ്രൂട്ട് ഇതുവരെ 2-3 എണ്ണം ഉണ്ടായി, പക്ഷേ അത് പൊഴിഞ്ഞു പോവുകയാണ്. വലുതായി ഇതുവരെ വന്നില്ല. ഈ വർഷം വരുമെന്ന് വിചാരിക്കുന്നു. നാടൻ ചീരയാണ് നിൽക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ പീച്ച്, അമേരിക്കൻ പീച്ചാണ്. ഇഷ്ടംപോലുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ലതായിട്ട് നിൽക്കുന്നു. ഇത് നമ്മുടെ വലിയ ചീര. പിന്നെ നമ്മുടെ നാടൻ ഉണ്ടമുളക്. അടുത്ത സെറ്റ് അച്ചിങ്ങപ്പയർ. ഇത് നമ്മുടെ പോംഗ്രെയിൻ, മാതളനാര. ഇഷ്ടംപോലെ മാതളനാരങ്ങ ഉണ്ടാകാറുണ്ട്. നല്ല സ്വീറ്റാണ്. അതിനപ്പുറം കുറച്ച് കറിവേപ്പിടുണ്ട്. വഴുതന. ഇത് നമ്മുടെ സ്ട്രോബെറിയാണ്. കുറച്ച് പൂക്കളൊക്കെ അവിടെ ഇവിടെയുണ്ട്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.